ഹലോ ഫ്രണ്ട്സ്, എയർ ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഒഴിവ് ദിവസമായിട്ട് നമ്മൾ ഫാമിലി ആയിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് എറണാകുളം ജില്ലയിലെ കടമക്കുടിയിലേക്കാണ്. പ്രകൃതി ഭംഗി കൊണ്ട് മനോഹരമായൊരു സ്ഥലമാണ് കടമക്കുടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ യാത്ര തുടങ്ങുന്നത് തോപ്പുംപടിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്നത് ഗോശ്രീ പാലത്തിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കോർഡിലിയ ക്രൂയിസിൻ്റെ ഷിപ്പ് കാണാം. ഈ ഷിപ്പിലൂടെ നമുക്ക് മുംബൈയിലേക്കും ലക്ഷദ്വീപിലേക്കും യാത്ര ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടെയ്നർ റോഡിലൂടെയാണ്. ദൂരെയായി കാണുന്നതാണ് വേമ്പനാട് റെയിൽ ബ്രിഡ്ജ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ ബ്രിഡ്ജാണിത്. ഇന്ത്യയിലെ രണ്ടാമത്തെയും. അപ്പോൾ നമ്മളിപ്പോൾ വല്ലാർപാടം ടോൾ പ്ലാസയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ചേരാനല്ലൂരിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു വേണം പോവാൻ. വരാപ്പുഴ ചിട്ടിഭാഗം റോഡിലേക്ക് കയറുമ്പോൾ നമുക്ക് കടമക്കുടിയിലേക്കുള്ള ഒരു ബോർഡ് കാണാം. നിറയെ പച്ചപ്പും മരങ്ങളും വെള്ളക്കെട്ടുകളും നിറഞ്ഞ നല്ല മനോഹരമായൊരു സ്ഥലമാണ് കടമക്കുടി. അപ്പോൾ നമ്മൾ കടമക്കുടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കടമക്കുടി എന്ന് പറയുന്നത് ഒരൊറ്റ സ്ഥലമല്ല, 14 ദ്വീപുകൾ ചേർന്ന ഒരു ദ്വീപ് സമൂഹമാണ്. പോകുന്ന വഴിയിലൊക്കെ റോഡ് പണി നടക്കുകയാണ്. ഒരു വണ്ടിക്ക് മാത്രം പോകാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. റോഡൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കടമക്കുടിയുടെ ഭംഗി എടുത്തു പറയേണ്ടതാണ്. നമ്മൾ മാത്രമല്ല, അവധി ദിവസം ആയതുകൊണ്ട് ഒരുപാട് വിനോദസഞ്ചാരികളുണ്ട്. ഫാമിലി ആയിട്ട് തന്നെ ഗ്രൂപ്പായിട്ട് എല്ലാവർക്കും ബോട്ടിങ്ങും കയാക്കിങ്ങും ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെമ്മീൻ കൃഷിയാണ്. നമ്മൾ പോകുന്ന വഴി തന്നെ ഒരു ഓപ്പൺ ജിമ്മ് നമുക്ക് കാണാം. രാവിലെയും വൈകുന്നേരവുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗിയുള്ളത്. ഞങ്ങൾ എത്തിയ സമയം നല്ല വെയിലായിരുന്നു. എന്നാൽ പോലും ഈ കായലിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് ആ ഒരു ചൂടിനെ ശമിപ്പിക്കുന്നതായിരുന്നു. പോകുന്ന വഴിയിലെ ഇടതുവശത്തായിട്ട് നിറയെ തണൽ മരങ്ങളുണ്ടായിരുന്നു. അതിന് താഴെയായിട്ട് ചെറിയ ചെറിയ ചായക്കടകളും തട്ടുകടകളും ഉണ്ടായിരുന്നു. പുതുതായിട്ടൊരു ബ്രിഡ്ജ് പണി കഴിഞ്ഞു. അപ്പം അത് കാണാനായിട്ട് ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് വന്നു. ഈ പാലത്തിൻ്റെ മുകളിലൂടെയുള്ള കാഴ്ച ഭയങ്കര മനോഹരമായിട്ടുള്ളതായിരുന്നു. സൺസെറ്റ് കാണാൻ പറ്റിയൊരു വ്യൂ പോയിൻ്റാണ്. കടമക്കുടിയുടെ ഏകദേശം ഭാഗങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ മാത്രമല്ല ഭയങ്കര കാറ്റായിരുന്നു. ഇവിടെ നിൽക്കാനേ പറ്റാത്ത കാറ്റായിരുന്നു. ഈ ഒരു ഒറ്റ കാഴ്ചയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും കടമക്കുടി എന്ത് സുന്ദരിയാണെന്ന്. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നോക്കി വയ്ക്കുമ്പോഴത്താ ഒരു ചെറിയ വെള്ളത്തിൽ
ഒരപ്പൂപ്പൻ മീൻ പിടിക്കുന്നതാണ്. പുള്ളിക്കാരൻ നേരത്തെ വലയിട്ടിട്ട് പോയതാ. കണ്ടിട്ട് ആൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ലാന്ന് തോന്നുന്നു. ആ ദേഷ്യത്തിൽ ആണെന്ന് തോന്നുന്നു. നല്ല സ്പീഡിലാണ് വള്ളം തുഴഞ്ഞ് പോകുന്നത്. ക്യാമറ എവിടേക്ക് തിരിച്ചു കഴിഞ്ഞാലും ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അത് ഒരു രക്ഷയുമില്ല. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ മെയിൻ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ദൂരെയായിട്ട് നമുക്കൊരു തുരുത്തിലേക്ക് പോകാനും അതുവഴി നടക്കാനും കാഴ്ചകൾ കാണാനുമുള്ള സൗകര്യം. പോകുന്ന വഴിയിലാണ് ഈ ഒരു മരം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ടപ്പോൾ പെട്ടെന്നൊരു കൗതുകം തോന്നി. ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും ഇതിലേക്ക് ചാടിക്കയറി. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ആ മരത്തിലേക്ക് ഒരു കൂട്ടം ഫ്രണ്ട്സ് ചാടിക്കയറിയിട്ടുണ്ട്. ഈ ഒരു മരം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. വേറെ ഒന്നുമല്ല, ആ മരത്തിൻ്റെ ചില്ലകളിൽ നിറയെ കുഞ്ഞു കുരുവിക്കൂടുകളാണ്. പോകുന്ന വഴിയുടെ വലതുവശത്തായിട്ട് നിറയെ ചായക്കടകൾ കാണാൻ സാധിക്കും. ഈ പോകുന്ന ചെറു തോണിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഒരാൾക്ക് 150 രൂപയാണ് ചാർജ് വരുന്നത്. ഇവിടെ കുറച്ച് പേര് തോണിയിൽ യാത്ര ചെയ്ത് സൺസെറ്റ് കാണാനായിട്ട് പോകുന്നുണ്ട്.
ഇനി ഒന്ന് ക്ഷീണം മാറ്റാനായിട്ട് നമുക്കൊരു ചായ കുടിച്ചാലോ? അപ്പോൾ ചായക്കട കണ്ടുപിടിച്ച് നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും അതിൻ്റെ മുന്നിലായിട്ട് തന്നെ ഒരു വലിയ പുളിമരം നിൽപ്പുണ്ട്. നിറയെ കായ്ച്ച് പഴുത്ത് നിൽക്കുകയാണ് പുളി നിറയെ. ഇവിടെ ഇരുന്നൊരു ചായ കുടിക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴതാ നമ്മുടെ മുന്നിലേക്ക് നല്ല ചൂട് പഴംപൊരിയും മുളക് ബജിയും എത്തിക്കഴിഞ്ഞു. അപ്പം നമ്മുടെ മുന്നിൽ കാണുന്നത് കർഷക സംഘം, കടമക്കുടിയിലെ കർഷക സംഘം നടത്തുന്ന ഒരു 25 ഏക്കർ ചെമ്മീൻ കെട്ടാണ്. സൺസെറ്റ് കാണാൻ വ്യൂ പോയിന്റിലേക്ക് പോകുന്നവരെ കാണാം നമുക്ക്. അവിടുത്തെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇന്നത്തെ യാത്രയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൺസെറ്റാണ്. എന്ത് ഭംഗിയല്ലേ അതിനെ കാണാൻ.